ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവും അനന്തര സംഭവങ്ങൾ 281 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ദിവസങ്ങളിലെ പ്രാപഞ്ചിക ലക്ഷണങ്ങളെ പറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം അവിടെ പറഞ്ഞ ബോധിച്ച ഏവരെയും ഭാര്യമാരെ എടുത്തു. ബോധിച്ച ഏവരെയും ഭാര്യമാരെ എടുക്കുന്ന കാലം അന്നുണ്ടായി. പക്ഷെ ഇപ്പോൾ എത്രയോ 10,000-6,000 വർഷങ്ങൾ മുമ്പേ നടന്ന സംഭവമാണ്. പക്ഷെ ഇപ്പം അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുടുംബമെന്ന് പറയുന്നത് ദൈവം സ്ഥാപിച്ചതാണ്. കുടുംബം അനുഗ്രഹമാണ്, ദൈവത്തിന് അനുഗ്രഹമുണ്ട്. എന്നാൽ ഇന്ന് ജാതി, മത, നിറമോ കുടുംബമോ സ്വഭാവമോ ഒന്നും നോക്കാതെ ഏതോ ഒരു താല്പര്യം നോക്കി ഇറങ്ങിത്തിരിക്കുന്ന കാലം ആയി കഴിഞ്ഞിരിക്കുകയാണ്. സ്വന്തം മാതാപിതാക്കൾ അറിയാതെ വിവാഹം നടക്കുന്നു, 100 കണക്കിന് വിവാഹം നടക്കുന്നു. ഒരു വല്ലാത്ത കാലമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ ഭൂമിയിലെ. ദൈവത്തിന് ഏറ്റവും വിരോധമുള്ള കാര്യമാണ് ഈ വിധത്തിലുള്ള കുടുംബജീവിതം. ഞാൻ അടുത്ത കാലത്തെ 2025 കണക്ക് ഒന്ന് പരിശോധിച്ചു. അതിനകത്ത് പറയുന്നത് ഒരു വർഷം 30,000 വിവാഹമോചന കേസ് ഉണ്ട്. അത് കോടതി കിടക്കുന്ന കണക്കാണ്. പക്ഷേ കോടതി കിടക്കുന്ന കണക്കല്ലാതെ ഇതിനേക്കാട്ടിലും അധികമുണ്ട്. ആ രംഗത്ത് വരാതെ അങ്ങ് വേർപിരിഞ്ഞാൽ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അമേരിക്കയിലെ പ്രസിഡന്റായിരുന്ന ജിമ്മി കാർട്ടർ ഒരു കാലത്ത് അദ്ദേഹം പറഞ്ഞു, അമേരിക്കയുടെ ഏറ്റവും തകർച്ച എന്ന് പറയുന്നത് ഡോളറിന്റെ വിലക്കയറ്റമോ കുറവോ അല്ല, പിന്നെ എന്താണ്, ഡൈവേഴ്സ് ആകുന്നു. പറഞ്ഞാൽ വിവാഹമോചനമെന്ന് പറയുന്നത് അമേരിക്കയിൽ ഒരു തമാശ പോലെയാണ്. ഇന്ന് കല്യാണം കഴിക്കുന്നു, നാളെ ഡിവേഴ്സ് ആകുന്നു, വേറെ കല്യാണം കഴിക്കുന്നു. വെറും മൃഗങ്ങൾക്ക് പോലും ഇങ്ങനത്തെ ചാബല്യങ്ങളൊന്നുമില്ല. ഈ മൃഗങ്ങളും അതിന് മാന്യമായി ജീവിക്കുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനെ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമെന്നാണ് ബൈബിള് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അമേരിക്കയിലെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ അവരെ പറ്റുന്നില്ല. ലോകത്തിലെ സമ്പന്ന രാജ്യം, ശക്തിയുള്ള രാജ്യം, ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന രാജ്യം. പക്ഷേ ഈ കുടുംബ തകർച്ചയ്ക്കൊരു പരിഹാരം ഇന്ന് വരെ കണ്ടെത്തുവാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇനിയും വർദ്ധിക്കുകയേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ കൂടെ ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയെപ്പറ്റി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് ശാസ്ത്രലോകം പറയുന്ന നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ തലയ്ക്ക് മീതെ ആകാശവിധാന തട്ടുകൾ. അതിന് ബൈബിൾ പറയുന്നത് ആകാശവിധാനം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള മനുഷ്യനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്ക് സംരക്ഷണയ്ക്ക് വേണ്ടിയുള്ളതായ ഒരു പ്രത്യേക രീതിയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ആകാശവിധാനം. അതിന് ശാസ്ത്രലോകം പറയുന്നത് ഓസോൺ ലെയർ എന്നാണ് പറയുന്നത്. ഈ ഓസോൺ ലെയർ സൂര്യന്റെ രശ്മികൾ
നേരെ ഭൂമിയിലേക്ക് തട്ടാതെ അതിനെ തടഞ്ഞു വച്ചിട്ട് ഭൂമിക്ക് ആവശ്യമായ ഊർജവും വെളിച്ചവും പ്രകാശവും നൽകുന്നതിന് വേണ്ടി ക്രമീകരിച്ച ഒന്നാണ് ശാസ്ത്രലോകം പറയുന്നതായ ഓസോൺ ലെയർ. ഇന്ന് സൂര്യനിൽ നിന്നുള്ള രശ്മികൾ നേരിട്ട് വന്നാൽ ഭൂമി കത്തിപ്പോകും. ഭൂമിയെ സംരക്ഷിക്കുവാൻ വേറെ ഒരു വഴിയുമില്ല. എന്നാൽ ശാസ്ത്രലോകം പറയുന്നത്, ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ആകാശവിധാനം, ഓസോൺ ലെയർ ഇന്ന് പലയിടങ്ങളിലും വിള്ളൽ വീണിരിക്കുന്നു. അതുകൊണ്ട് ശക്തമായ ചൂട് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ശക്തമായ തണുപ്പ് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ശാസ്ത്രലോകം വളരെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ബൈബിൾ പണ്ട് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളാണെന്നോ ഉള്ള കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് ഓർപ്പിച്ചു കൊള്ളുന്നു. ഇങ്ങനെ വരുന്നതിനാല് ഭൂമിയിലെ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്നു. മാരകമായ രോഗങ്ങൾ. ഇതിന്റെ പ്രധാന കാരണം ഭൂമിയിലെ ജനത്തെ, തൻ്റെ വിശുദ്ധന്മാരെ എടുത്തുകൊള്ളുവാൻ സമാഗതമായിരിക്കുന്നു. തൻ്റെ വിശുദ്ധന്മാരെ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ ലോകത്തിന് ഒരു പിടിയില്ല. വിശുദ്ധന്മാരായിരിക്കുന്നവരെ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ ലോകക്കാർക്ക് അത്ര മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ആ നിലവാരത്തിലായിരിക്കുകയാണ്. എന്നാൽ ഇത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മഹോദ്ഭവ കാലത്തെ ഉണ്ടാകുന്നതിൻ്റെ ഒരു മുന്നോടിയാണ് ഇതോരോന്നോരോന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനായിട്ടുള്ള ഏറ്റവും അതിപ്രധാനമായ കാര്യം, നമുക്കൊരായുസേ ഭൂമിയിലുള്ളൂ. ആയുസിൽ നമ്മൾ നശിച്ചു പോകരുത്. മദ്യപാനവും പുകവലിയും വെറിക്കൂത്തും ലോകത്തിൻ്റെ കാലം പോക്കിയത് നിർത്തലാക്കി ഒരു മാനസാന്തരത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരുമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. എൻ്റെ ഈ ക്ലാസ്സിലെ വിശ്വാസികൾ മാത്രമല്ല, നാനാ ജാതി മതസ്ഥരെ അവർ ശ്രദ്ധിക്കുന്നുള്ളതിനെ എനിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിനെ അറിയുവാൻ തക്കവണ്ണം നല്ല അവസരമാണ്. തീർച്ചയായിട്ടും അറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കയാൽ പോകുവാൻ തയ്യാറാകുക, ഒരുങ്ങുക. ലോകസംഭവങ്ങൾ യേശുവിൻ്റെ വരവിനെ പറ്റി പറയുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.